ജിന, എത്ര ദിവസം കൊണ്ടാണ് ശരിക്കും വിസ കിട്ടിയത്? എനിക്ക് ആക്ച്വലി 3 ദിവസം കൊണ്ടാണ് വിസ പ്രോസസ് ചെയ്ത് കിട്ടിയത്. അതായത് എത്ര ദിവസം ഉണ്ടായിരുന്നു ശരിക്കും? എനിക്ക് വിസ ആക്ച്വലി തീരാൻ 4-ാം തീയതി വരെ ആയിരുന്നു. അതായത് 6 days ഉണ്ടായിരുന്നു. ഞാനപ്പം റൈറ്റ് ഹൗസിനെ ഇൻഫോം ചെയ്തപ്പോൾ തന്നെ എനിക്ക് 3 ദിവസത്തിനുള്ളിൽ വിസ പ്രോസസ് ചെയ്തു. അതേപോലെ തന്നെ സ്റ്റാറ്റസ് ചേഞ്ച് ആക്കി കിട്ടി. ഇനി എന്തൊക്കെയാണ് പ്രോസസ് ബാക്കിയുള്ളത് അറിയോ? എനിക്ക് ഇനിയും മെഡിക്കലും ബയോമെട്രിക്കും കൂടെ ഉണ്ട് ബാലൻസ് ഉണ്ട്. എന്തായിരുന്നു ശരിക്കും, എങ്ങനെയാണ് ശരിക്കും റൈറ്റ് ഹൗസിനെ കുറിച്ച് അറിഞ്ഞത്? ആക്ച്വലി എന്റെ ഫ്രണ്ടാണ് സജസ്റ്റ് ചെയ്തത് റൈറ്റ് ഹൗസിനെ പറ്റി. അതേപോലെ തന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നോക്കി റിവ്യൂസ് ഒക്കെ നോക്കിയ ശേഷമാണ് ചൂസ് ചെയ്തത്. സർവീസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു, ഫാസ്റ്റ് ആയിരുന്നു. കാരണം ഇത്ര ഡേയ്സ് ലിമിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ആ ദിവസത്തിനുള്ളിൽ ശരിയാക്കി കിട്ടിയത് കൊണ്ട് ഫാസ്റ്റ് ആയിരുന്നു. അതായിരുന്നു എനിക്ക് പറയാനുള്ളത്. എന്താണ് ശരിക്കും ഈ ഒരു ഫ്രീലാൻസ് വിസ ഓപ്റ്റ് ചെയ്യാനുള്ള കാരണം? ഈ ഫ്രീലാൻസ് വിസ ചെയ്തിട്ട് എന്താണ് ഇനി പ്ലാൻ? ആക്ച്വലി എന്റെ ജോബിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഫ്രീലാൻസ് വിസ ഓപ്റ്റ് ചെയ്തത്. ബിക്കോസ് എനിക്ക് വിസിറ്റ് വിസയിൽ കുറച്ചും കൂടെ പാടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രീലാൻസ് വിസയിൽ ഓപ്റ്റ് ചെയ്തതുകൊണ്ടാണ്. എനിക്ക് കുറച്ച് ടൈം വേണമായിരുന്നു. ഫ്രീലാൻസ് വിസ എന്ന് പറയുന്നത് നമുക്ക് ജോലി ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ ഇതുപോലെ ജോലി അന്വേഷിക്കുന്നവരാണെങ്കിലും കുറച്ച് സമയമെടുത്ത് നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്കാനും സാധിക്കും. അപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഫ്രീലാൻസ് വിസ ഉമ്മുൽ ഖുവൈൻ ഫ്രീ സോണിന്റെ ഫ്രീലാൻസ് ട്രേഡ് പെർമിറ്റ് അടങ്ങുന്ന വിസയാണ്. 2 വർഷത്തെ വിസയും അതുപോലെ തന്നെ 1 year ട്രേഡ് പെർമിറ്റുമാണുള്ളത്. 9,999 ദിർഹം മാത്രമാണ് ഇതിന്റെ ചാർജ് വരുന്നത്. അപ്പോൾ ജീന ഇപ്പോൾ ആ ഒരു പെർമിറ്റ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീക്ക്.